ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. ഞാൻ ഇതിൽ നോഡ് മോനോട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം നോഡ് മോൺ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം, npm run dev വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഡേറ്റാബേസ് കണക്ട് ചെയ്യുന്നത്, എന്തൊക്കെ രീതി എഫിഷ്യന്റ് വേ ഏതാണെന്ന് നോക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ app.js ഉണ്ട്, നമുക്ക് ഒരു ഫയലോടെ ക്രിയേറ്റ് ചെയ്യാം. എന്താണ് db.js എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലാണ് നമ്മൾ ഡേറ്റാബേസിന്റെ ക്വറിയിൽ എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് MySQL2 പാക്കേജ് വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നു. നമ്മൾ ഫസ്റ്റ് ഇതിനെ നമ്മൾ റിക്വയർ ചെയ്യുന്നു MySQL2. ഇനി ഒരു പൂൾ ക്രിയേറ്റ് ചെയ്യണം, ഡേറ്റാബേസ് കണക്ഷൻ വേണ്ടി ഒരു പൂൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ MySQL.create pool എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ പൂൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട വാല്യൂസ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കണം. അതായത് ഡേറ്റാബേസിന്റെ കണക്ഷൻ ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു ഹോസ്റ്റ് കാണും, അതേപോലെ ഇതിനകത്ത് യൂസർ നെയിം കാണും, പാസ്വേഡ് കാണും, പിന്നെ ഡേറ്റാബേസ് നെയിം, അതാണ് മെയിൻ പാസ്വേഡ് ഡേറ്റാബേസ്. ഇത്രയും ബേസിക് മതി. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഓപ്ഷണൽ ഫീൽഡ്സ് ഉണ്ട്. അതായത് കണക്ഷൻ ലിമിറ്റ്, എത്ര കണക്ഷൻ കൊടുക്കണം, ക്യൂ ലിമിറ്റ് എത്ര കൊടുക്കണം, എത്ര നേരം കണക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതായത് കണക്ഷൻ ലിമിറ്റ് ഞാൻ ഒരു എക്സാമ്പിൾ 10 കൊടുക്കുക നിൽക്കുക, ക്യൂ ലിമിറ്റ് ഒരു 0 കൊടുക്കുകയാണ്, വെയിറ്റ് ഫോർ കണക്ഷൻ ഉള്ള ട്രൂ കൊടുക്കുക. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം, പക്ഷേ ഇതൊക്കെ ഓപ്ഷനിലാണ്. ഇത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമുക്കിത് അതുകൊണ്ട് നമുക്ക് തൽക്കാലം ആവശ്യമില്ല, നമുക്ക് എടുക്കണേ. നമുക്ക് ഹോസ്റ്റ്, യൂസർ നെയിം, പാസ്വേഡ്, ഡേറ്റാബേസിന്റെ പേര്, ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അതിന്റെ ക്രെഡൻഷ്യൽ സംഭവം കൊടുക്കാം. അതിന് മുമ്പായിട്ട് ഇനി ഈ പൂൾ വെച്ചിട്ട് നമ്മൾ ആപ്പ് വെച്ചിട്ട് ഗെറ്റ് കണക്ഷൻ കൊടുത്തില്ലേ, അതായത് ആപ്പിൻ്റെ അകത്ത് ലിസൺ ചെയ്തു, പോർട്ടൊക്കെ ലിസൺ ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്യുന്ന കൊണ്ട് തന്നെ നമ്മുടെ പൂൾ വെച്ചിട്ട് നമുക്ക് കണക്ഷൻ ഗെറ്റ് ചെയ്യണം. pool.get connection. അതിൻ്റെ നമുക്കൊരു കോൾ ബാക്ക് കിട്ടും, അതാണ് എററും കണക്ഷനും. ഇതിന്റെ റെസ്പോൺസ് ആയിട്ട് കിട്ടുന്നതാണ്. ഒന്നുകിൽ എറർ കിട്ടും, അല്ലെങ്കിൽ കണക്ഷൻ കിട്ടും. അപ്പോൾ ഇതിന്റെ അകത്തു നിന്നാണ് നമ്മൾ കണക്ട് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ എറർ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത്. അതിനായിട്ട് എറർ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കൺസോൾ ലോഗ് ചെയ്യുന്നു, എറർ കണക്ടിങ് ടു ഡേറ്റാബേസ് എന്നോ എല്ലാം കൊടുക്കുക. നമുക്ക് എന്നിട്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യണ്ട, എറർ ആണെന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് പ്രോസസ് എക്സിറ്റ് കൊടുക്കാം. പ്രോസസ് ബിൽറ്റിൻ കമാൻഡ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മറ്റൊരു വീഡിയോയിൽ. process.exit കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ എറർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റാബേസ് കണക്ഷൻ ആയി അല്ലേ. അപ്പോൾ നമുക്ക് ആ കണക്ഷൻ റിലീസ് ചെയ്യണം. കൺസോൾ ലോഗ് കണക്ഷൻ നമ്മൾ ഡേറ്റാബേസ് ആയിട്ട് കണക്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഡേറ്റാബേസ് കണക്ഷൻ അല്ലെങ്കിൽ കണക്റ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിരിക്കുക. ഇനി നമ്മൾ DB എന്ന് പറയുന്ന മോഡ്യൂളിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ മോഡ്യൂൾ ഡോട്ട് എക്സ്പോർട്സ് എന്നാണ് ഇതിന്റെ പേര്, പൂൾ. ഈ പൂളിനെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു db.js എന്ന് പറഞ്ഞ ഫയല് ഡേറ്റാബേസ് കണക്ഷന്റെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ എക്സ്പോർട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ക്ലാസ്സിൽ വേണ്ടി യൂസ് ചെയ്യാം, ഇമ്പോർട്ട് ചെയ്തിട്ട്. അപ്പൊ നമുക്ക് ഹോസ്റ്റ് നോക്കണം. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഞാൻ യൂസ് ചെയ്യുന്നത് സാംപ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ MySQLന്റെ വർക്ക് ബെഞ്ചോ എന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്യുക. എനിക്കാണെങ്കിൽ സാംപ് ആണെന്നുണ്ടെങ്കിൽ എനിക്കിത് സ്റ്റാർട്ട് ചെയ്താലേ പറ്റുള്ളൂ. അപ്പം എനിക്കിതെന്ന് പറയുന്നത് ലോക്കൽ ഹോസ്റ്റ് ആണ്. ലോക്കൽ ഹോസ്റ്റ് ആയ കാരണം എൻ്റെ ഹോസ്റ്റ് നെയിം എന്ന് പറയുന്നത് ലോക്കൽ ഹോസ്റ്റ് ആയിരിക്കും. യൂസർ നെയിം എന്ന് പറയുന്നത് റൂട്ട് ആണ് എൻ്റെ. പക്ഷേ എൻ്റെ ഒരു സിസ്റ്റത്തിന് പാസ്വേഡ് ഇല്ല, ലോക്കൽ ആയത് കാരണം പാസ്വേഡ് ഇല്ല. അതുകൊണ്ട് പാസ്വേഡ് empty കൊടുക്കുക. പിന്നീടുള്ളത് ഡേറ്റാബേസിന്റെ പേരാണ്. ഡേറ്റാബേസിന്റെ പേര് എന്താണ്, നമ്മുടെ ബ്ലോഗിംഗ് വെബ്സൈറ്റ് അല്ലേ. അപ്പം ഡേറ്റാബേസിന്റെ പേര് നമ്മൾ അതുപോലെ കൊടുക്കുന്നു. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഡേറ്റാബേസ് കണക്ഷൻ ആയി, ഡേറ്റാബേസിന്റെ കണക്ഷൻ പൂളായി. ഈ കണക്ഷൻ പൂൾ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ app.js പോവുക, നമുക്കൊരു വേറെ റൗട്ട് എഴുതാം. യൂസേഴ്സ് എന്ന് പറഞ്ഞൊരു റൗട്ട് തൽക്കാലത്തിന് എഴുതാം. നമുക്ക് ഇതിന് ചേഞ്ച് ചെയ്യാം, ജസ്റ്റ് റെസ്പോൺസും വരും. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു DBയുടെ ക്ലാസ് നമ്മൾ റിക്വയർ ചെയ്യണം അല്ലെ. റിക്വയർ DB, ആ ക്ലാസ് ഇവിടെ റിക്വയർ ചെയ്തു. ഇനി db.query എന്ന് പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ക്വയറി കോൾ ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഇതിനകത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് SQL ക്വയറി എഴുതാൻ പറ്റും. എന്നിട്ട് അതിന്റെ റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരു കോൾ ബാക്ക് ആയിരിക്കും. ഒന്നുകിൽ എറർ വരും, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള റോസിനെ റിട്ടേൺ ചെയ്യും. ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ചെക്ക് ചെയ്യുന്നു എറർ ഉണ്ടോ എന്ന്. എറർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൺസോൾ ലോഗ് ചെയ്യും, എറർ ഫെച്ചിങ് ഡേറ്റ. നമുക്ക് എന്നിട്ട് റെസ്പോൺസ് കൊടുക്കാം, സ്റ്റേറ്റസ് ആൻഡ്രോയിഡ് കൊടുക്കാം, സെൻഡ്. അതായത് ഒരു സെർവർ എറർ സംഭവിച്ചു എന്ന് പറയാൻ വേണ്ടിയാണ് എറർ റിട്രീവിംഗ് യൂസേഴ്സ് എന്ന് പറഞ്ഞു. എറർ ഉണ്ടെങ്കിൽ, ഇല്ലാത്ത കേസാണ് എന്ത് ചെയ്യും, നമുക്ക് ഡേറ്റ കിട്ടും അല്ലേ. അതിനായിട്ട് നമ്മൾ എൽസ് കൊടുക്കും. എൽസിന്റെ അകത്ത് response.json നമ്മുടെ ഡേറ്റ എല്ലാം കൂടെ എടുത്തിട്ട് ജസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്നു. ഇനി നമുക്ക് ഇത് റൺ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു മനസ്സിലായോ, ഒന്നുകൂടെ പറയണോ. അതായത് നമ്മളൊരു MySQLനെ റിക്വയർ ചെയ്ത് MySQL2ന്റെ പാക്കേജ്, എന്നിട്ട് ഒരു പൂൾ ക്രിയേറ്റ് ചെയ്യുന്നു. MySQL.create pool വെച്ചിട്ട് അതിനകത്ത് നമ്മുടെ ഡേറ്റാബേസിന്റെ ക്രെഡൻഷ്യൽസ് എല്ലാം കൊടുക്കുന്നു. ഹോസ്റ്റ്, യൂസർ നെയിം, പാസ്വേഡ്, ഡേറ്റാബേസിന്റെ പേര്. എന്നിട്ട് pool.get connection വെച്ചിട്ട് നമ്മൾ ആ കണക്ഷൻ എടുക്കുന്നു. എറർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, എക്സിറ്റ് ചെയ്യും. കണക്ഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഡേറ്റാബേസ് കണക്റ്റഡ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ആ കണക്ഷൻ നമ്മൾ റിലീസ് ചെയ്യും. ഓക്കെ, ഇനി ഈ കണക്ഷൻ നമ്മൾ ഇവിടെ എടുക്കാനായിട്ട് റിക്വയർ ചെയ്യും DB എന്ന് പറഞ്ഞുകൊണ്ട്. അത് എന്നിട്ട് ആ db.query വെച്ചിട്ട് നമ്മൾ അതിനകത്തുള്ള ഇവിടെ നമ്മൾ ക്വറി കൊടുത്തില്ല, ക്വറി കൊടുക്കാം. ഓക്കെ, db.query വെച്ചിട്ട് നമുക്ക് ആ ഒരു ഡേറ്റ അവിടുന്ന് ഡേറ്റാബേസിൽ നിന്ന് എടുക്കാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ അകത്ത് കോൾ ബാക്ക് ആയിട്ട് എററും റോസും വരാം. എറർ ഉണ്ടെന്നുണ്ടെങ്കിൽ
എറർ ഫെച്ചിങ് ഡേറ്റ അല്ലാന്നുണ്ടെങ്കിൽ റോ നമുക്ക് പ്രിന്റ് ചെയ്യാം. നമുക്ക് ഇവിടെ SQL query കൊടുക്കാം. നമുക്ക് ഏതാണ് നമ്മുടെ ടേബിൾ ഉള്ളത്? നമ്മുടെ ടേബിൾ എന്ന് പറയുന്നത് നമുക്ക് യൂസേഴ്സിന്റെ അകത്തുള്ള ആൾക്കാരെ എടുക്കാം. ഇതിനകത്താണ് ഡേറ്റ ഉള്ളത് തോന്നുന്നു. ഓക്കെ, യൂസേഴ്സിനാണ് ഡേറ്റ ഉള്ളത്. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് കൊടുക്കുക അല്ലെ. ടേബിളിന്റെ പേര് യൂസേഴ്സ് ആണ് അല്ലെ. സെലക്ട് സ്റ്റാർ ഫ്രം യൂസേഴ്സ് മാത്രം കൊടുക്കാം. നമുക്ക് എല്ലാ യൂസേഴ്സിനും എടുത്തിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യുന്ന രീതി. നമുക്കിപ്പോൾ ഒരു യൂസറേ ഉള്ളൂ, എന്നാലും നമുക്ക് എടുക്കണ്ടോ ഡേറ്റാബേസ് കണക്റ്റഡ് സക്സസ്ഫുള്ളി കാണിച്ചു. നോട്ട് വൺ ഉള്ളതുകൊണ്ടാണ് ഓട്ടോമാറ്റിക് റിഫ്രഷ് ആയത്. ഡേറ്റാബേസ് കണക്റ്റഡ് സക്സസ്ഫുള്ളി കാണിച്ചു. ഇനി നമുക്ക് ഈ റൗട്ടിൽ പോയി നോക്കാം. /users. നമുക്ക് ആ യൂസർ നെയിം ഫസ്റ്റ് യൂസറിനെ കിട്ടി. ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയല്ലോ അല്ലേ. ഫസ്റ്റ് നെയിം ടെസ്റ്റ്, ലാസ്റ്റ് നെയിം യൂസർ, test@gmail.com, test@123 എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടി അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡേറ്റാബേസ് കണക്ട് ചെയ്യുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനിയുള്ള പ്രോസസ്സുകൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഫോംസ് ക്രിയേറ്റ് ചെയ്യാം. അതായത് ലോഗിൻ, രജിസ്ട്രേഷൻ, അതേപോലെ നമുക്ക് പോസ്റ്റ് ആഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ബ്ലോഗ് ആഡ് ചെയ്യാനുള്ള ഫോം. ഈ ഫോംസ് എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് എങ്ങനെ ഡേറ്റാബേസുമായിട്ട് ഇത് കണക്ട് ചെയ്യും, എങ്ങനെ ഡേറ്റ ഇൻസേർട്ട് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. പിന്നീട് നമുക്ക് സെക്യൂരിറ്റി മെക്കാനിസംസ് എന്തൊക്കെയാണ് ഇതിൻ്റെ ആഡ് ചെയ്യാൻ പറ്റുന്നത്, അതേപോലെ CSRF അറ്റാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.